അത് എൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ രാജീവ് നാഥ് ടി വിയിൽ പറയുന്നത് ഞാൻ കണ്ടതാണ്. കപിൽ ദേവിന് കേണൽ ആയിട്ട് തിരഞ്ഞെടുത്തതായിട്ടൊരു ന്യൂസ്. ആ സമയത്ത് മോഹൻലാൽ ലണ്ടനിലാണ്. രാജീവ് നാഥ് പറയുകയാണ് സംവിധായകൻ. അപ്പോൾ ലാല് ലണ്ടനിൽ നിന്ന് വിളിച്ചത്ര രാജീവ് നാഥിന് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ കപിൽ ദേവിന് ഈ ഒരു കേണലായിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതെനിക്ക് വളരെ വിചിത്രമായി തോന്നി. ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട സാധനമാണ്. അങ്ങനെ കിട്ടിയാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഞാനാണെങ്കിൽ എൻജോയ് ചെയ്യില്ല. അതാണ് തുടക്കം. അങ്ങനെ പുള്ളി രാജീവ് നാഥ് സൈനിക് സ്കൂളിൽ പഠിച്ചതാണ്, തിരുവനന്തപുരത്തില്ലേ, അവിടെ ചിറയൻകീഴ് ഭാഗത്ത്. അതെ കഴക്കൂട്ടം. കറക്റ്റ്. കണക്ഷൻ വെച്ചിട്ട് അധ്യാപകരുടെ കണക്ഷനൊക്കെ വെച്ചിട്ട് അവരെ പിടിച്ചിട്ടൊക്കെയാണ് കേണൽ മോഹൻലാൽ കിട്ടിയതെന്ന് ഈ രാജീവ് ടി വി പറയുന്നത് ഞാൻ കണ്ടു. അത് വെച്ചിട്ടാണ് കഥയുടെ തുടക്കം. അങ്ങനെയാണ്, ഇങ്ങനെയല്ലല്ലോ ഇത് കിട്ടേണ്ടത്. ബാക്കി കുറെ മമ്മൂട്ടിയുണ്ട്, പ്രധാനമായിട്ടും മമ്മൂട്ടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മഴയത്ത് മുമ്പേ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയം, അതേ ദിവസം തന്നെയാണ് സ്ഫടികം എന്ന് പറയുന്ന പടം മോഹൻലാലിന്. അപ്പോൾ അത് രണ്ട് പടവും തിരക്കില്ലാതെ ഓടിയ പടങ്ങളാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ അനീഫയും കൂടി ഒരു മീറ്റിങ്ങിന് പോവുക MG റോഡിൽ കൂടെ. മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോസ്റ്റേഴ്സ് നോക്കുകയാണ്. സ്ഫടികത്തിൻ്റെ മഴയത്ത് മുമ്പ് 25 ദിവസം. അപ്പോൾ മമ്മൂട്ടി എന്നോട് പറഞ്ഞ്, കണ്ട സ്ഫടികത്തിൽ അവൻ്റെ പടം, അവൻ്റെ മുഖം മാത്രം. നമ്മളതിൻ്റെ മഴയത്ത് മുമ്പേ ഉണ്ട് ശോഭനി മറി അരയ്ക്കോ, നീ ആ മാധവ് നേരെ വിളിച്ചൊന്ന് പറ, എൻ്റെ പടം മാത്രമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ വിളിച്ച ഒരു കുഴപ്പമുണ്ട്, എൻ്റെ പടം വെച്ചിട്ട് ഫ്ലക്സ് ഇറക്കാൻ ഞാൻ പറയും. അപ്പോൾ പുള്ളി പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞിടയിൽ പുള്ളിക്ക് പേടി തോന്നി. അപ്പോൾ പിന്നെ സഹിക്കാൻ പറ്റില്ല. പുള്ളിയുടെ നായകനായിട്ടുള്ള പടത്തിൽ എൻ്റെ ഫ്ലക്സ്. അപ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുടെ ആൾക്കാരും തമ്മിലുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം മാധവ് നേരെ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മമ്മൂട്ടി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓടി മാധവ് നേരെ അടുത്ത് പോയി. എൻ്റെ പറഞ്ഞ് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നുണ്ട് ഒരു കൊടാലി, അതുകൊണ്ട് എന്തെങ്കിലും ആൻസർ കണ്ട് വെച്ചോന്ന് പറഞ്ഞു. തനിച്ച് പുള്ളിയുടെ ഫേസ് മാത്രമായിട്ടുള്ള ഫ്ലക്സ് വരുത്താൻ വേണ്ടിയിട്ട് പറയുന്നു പറഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന നേരത്ത് ഇയാളെ കണ്ട് ഞാൻ വെച്ച് വന്നത് പറഞ്ഞ പോലെ വന്നു. പക്ഷെ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ എങ്ങനെ, ഞാൻ പുള്ളിയോട് പറഞ്ഞ് അത് നമുക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കഴിഞ്ഞ 2-3 പടങ്ങൾ വളരെ വീക്കായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഉദയനാട് താരത്തിൽ ഞാൻ പറയുന്നില്ല, എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ, അതൊക്കെ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ആഗ്രഹമാണ് ഞാനത് എൻ്റെ അടുത്ത് പറഞ്ഞത്. പറച്ചല്ലോ, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വിമർശിക്കാറുണ്ട്. ഞാനതായത് ഞാൻ പറയാറുള്ള വെറുതെ മമ്മൂട്ടിയും ഞാനും ഇങ്ങനെ നിന്നാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ. ഒരു ദിവസം ഞാൻ ചെന്നൈയിൽ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുക സൈഡിൽ. അപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വയറിങ്ങനെ തുളുമ്പി വന്നതാണ്, നിങ്ങൾ ശരിക്കും ഭാഗ്യവാൻ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഞാൻ പറയുകയാണ്. അപ്പോൾ പുള്ളിയുടെ മുഖം ഞാനങ്ങനെ പുകഴ്ത്താറില്ല, ഒരു മുഖത്തിൽ തെളിച്ചൊക്കെ വന്നു ഇങ്ങനെ പറഞ്ഞു. മറ്റൊന്നുമല്ല, നിങ്ങളെ മക്കൾ രണ്ടുപേരും നിങ്ങളെ പോലെ ആയില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് 40 എക്സ്പ്രഷൻ വന്നു. എന്നെ തല്ലണമെന്നുണ്ട്, മക്കളെ പറ്റി നല്ലത് പറഞ്ഞാണെങ്കിൽ തല്ലുന്നത് ശരിയല്ലുണ്ട്.
ഈ എക്സ്പ്രഷൻസ് ഒന്നും ഇതുവരെ സിനിമയിൽ വന്നിട്ടില്ല. പിള്ളേരുടെ ചാൻസ് പിള്ളേരുടെ നിയോഗം പോലെയിരിക്കും. വിശ്വസിക്കുന്ന ആളാണ്. ദൈവവിശ്വാസം ഇല്ല. അശേഷം നിയോഗത്തിൽ വിശ്വാസമുണ്ട്. മോഹൻലാലിന് അശേഷമില്ല. മമ്മൂട്ടിയായിട്ട് പലപ്പോഴും ഏറ്റുമുട്ടും. കഥ പറയുമ്പോഴത്തെ സമയത്ത് ഭയങ്കര ഏറ്റുമുട്ടിയതാണ്. ഞാനും മുകേഷും കൂടി പ്രൊഡ്യൂസ് ചെയ്ത പാടാണ്. ഞങ്ങൾ കഥ നേരത്തെ മമ്മൂട്ടിയോട് പറഞ്ഞതാണ്. അങ്ങനെ മമ്മൂട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഞാനും മുകേഷും കൂടി അവിടെ പോയി. ഗാന്ധിനഗറിലെ പുള്ളിയുടെ വീട്ടിലാണ് പുള്ളിയെ കാണാൻ പോയ. അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങാൻ, അത് വേണ്ട, ആ പരിപാടി ഇവിടെ വേണ്ട, അത് നിങ്ങൾ പലർക്കും കൊടുത്തേക്ക്, എൻ്റെ അടുത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങിയിട്ടേ അഭിനയിക്കാറുണ്ട്, അപ്പോൾ പൈസ വേണ്ടേ? അത് അധികം വാങ്ങേണ്ടവരടുത്ത് വാങ്ങിച്ചോളാം, നിങ്ങളെനിക്ക് തരരുത്, നിങ്ങളുടെ അടുത്ത് ഞാൻ വാങ്ങില്ല, എന്ത് ചെയ്താലും വാങ്ങില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു നിങ്ങൾ അഭിനയിക്കുന്ന പടത്തിൻ്റെ ഓവർസീസ് റൈറ്റ് നിങ്ങളാണ് വാങ്ങിക്കാറെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഗുൽഷന് വിൽക്കുകയാണ് പതിവ്, അത് എഴുതിട്ട് നിങ്ങൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.